ജോർജ് ജീസസ് എന്ന പേരുള്ളൊരു പരിശീലകനുണ്ട്. ആർക്കെങ്കിലും ഈ ഒരു പേര് കേൾക്കുമ്പോൾ ആരാണ് എന്നുള്ളത് മനസ്സിൽ വരുന്നുണ്ടോ? എന്നാൽ നമ്മളെ നെയ്മറിനെ പരിശീലിപ്പിച്ച അൽ ഹിലാലിൻ്റെ പരിശീലകനാണ് ജോർജ് ജീസസ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ പരിശീലിപ്പിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച താരം അല്ലെങ്കിൽ ഏറ്റവും വലിയ താരം നെയ്മർ ജൂനിയറാണ് എന്നുള്ളത്. ഞാൻ പരിശീലിപ്പിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച താരം നെയ്മർ ജൂനിയറാണ്. അദ്ദേഹം ഇവിടെ നിന്ന് പോയപ്പോൾ കുറച്ച് അപ്സെറ്റായിട്ടാണ് അൽ ഹിലാൽ വിട്ടത്. അതിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നെയ്മർ ജൂനിയർക്ക് അൽ ഹിലാലിൽ തുടരാൻ വേണ്ടിയിട്ട് നല്ല താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ നെയ്മർ ജൂനിയറെ സൗദി പ്രോ ലീഗിലൊന്നും രജിസ്റ്റർ ചെയ്യാതെ ഇദ്ദേഹം തന്നെയാണ് ആ ടീമിൽ നിന്ന് നെയ്മറെ പുറത്താക്കാൻ മുന്നിൽ ഉണ്ടായത് എന്നുള്ളതാണ്. സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്തില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് മുന്നിൽ അല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ അദ്ദേഹത്തെ ഒരു മോശം രീതിയിൽ നെയ്മറെ ചിത്രീകരിച്ചു. മറ്റുള്ള താരങ്ങളെ പോലെ നെയ്മർ ജൂനിയർക്കിന് കളിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സംസാരം. ഒരു താരം പരിക്കിന് പിടിയിലായിട്ട് ഓൾറെഡി തളർന്നു നിൽക്കുന്ന സമയത്ത് തന്നെ പരിശീലിപ്പിക്കുന്ന കോച്ച് തന്നെ ഈ ഒരു സംസാരിക്കുമ്പോൾ എന്തേക്കരം ആ ഒരു താരത്തിൻ്റെ, നെയ്മറല്ല ഏതൊരു താരം ആയിക്കോട്ടെ, എന്തേക്കരം അവരുടെ മാനസികാവസ്ഥ അല്ലേ? നെയ്മറെ പോലെ വർഷങ്ങളായിട്ട് കളത്തിൻ്റെ പുറത്ത് ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ, അതുപോലെ തന്നെ മുന്നിൽ ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിന് പരിക്ക് കാരണം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഒരു പരിശീലകൻ വന്ന് പറയുകയാണ് നെയ്മർക്ക് ഇനി മറ്റുള്ള താരങ്ങളെ പോലെ കളിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മാനസികാവസ്ഥ? ഏതായാലും അൽ ഹിലാലിൻ്റെ പരിശീലകൻ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്, നെയ്മർ ഇവിടുന്ന് പോയപ്പോൾ കുറച്ച് അപ്സെറ്റ് ആയിട്ടാണ് പോയത്, അതിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ് എന്നുള്ളത്. ഇപ്പോൾ നെയ്മർ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൽ ഹിലാൽ പരിശീലകൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ, മറ്റുള്ള താരങ്ങളെ പോലെ എനിക്ക് കളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഡൗൺ ആയി പോയി എന്നുള്ളത് അദ്ദേഹം കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം വന്നിങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നെയ്മറാണ് ഞാൻ പരിശീലിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച താരം, അദ്ദേഹം ഇവിടുന്ന് പോയപ്പോൾ കുറച്ച് അപ്സെറ്റ് ആയിട്ടാണ് പോയത് എന്നുള്ളത്. ഈ ജോർജ് ജീസസിനെയും അതുപോലെ അൽ ഹിലാലിൻ്റെ ഒക്കെ നാലാൾ അറിയൽ തുടങ്ങിയത് ഒരുപക്ഷെ നെയ്മർ അവിടെ എത്തിയതിന് ശേഷമായിരിക്കാം. ക്രിസ്ത്യാനോ അൽ നസർ പോയതിന് ശേഷം ചിലപ്പോൾ അൽ ഹിലാലിനെ കുറച്ച് ആൾക്കാർ അറിയുന്നുണ്ടാവും, കാരണം അൽ നസറിൻ്റെ ഓപ്പോസിറ്റ് ടീമായിട്ട് വരുമ്പോഴൊക്കെ. പക്ഷേ ഈ പരിശീലകനൊക്കെ നാലാൾ അറിയൽ തുടങ്ങിയത് നെയ്മറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരൽ തുടങ്ങിയത് മുതലും അൽ ഹിലാൽ നെയ്മറിൽ എത്തിയതിന് ശേഷമൊക്കെ ആയിരിക്കാം. എന്നിട്ട് അദ്ദേഹമാണ് നെയ്മറെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്നത് എന്നുള്ളതാണ്.